ചിന്നി ചിതറിക്കിടക്കുന്ന മനുഷ്യാവശിഷ്ടങ്ങൾ തൂത്തുപറക്കി എടുത്തുകൊണ്ടാണ് പോലീസുകാരെ ഇൻക്വസ്റ്റിന് വേണ്ടി വരുന്നത്. ഒരു കല്ലായി മാറി. തീർച്ചയായിട്ടും. ഞാനെന്ന വ്യക്തി പോലും ഇന്ന് രാത്രി കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ നാളെ രാവിലെ ഞാൻ ആ ഒരാഴ്ച നിന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നീട് എനിക്ക് എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെട്ടാൽ മതി എന്നൊക്കെ അവസ്ഥയായി. 8 വയസ്സായ കുട്ടി മുതൽ 18 വയസ്സിന് താഴെയുള്ള എന്തുമാത്രം കുട്ടികൾ ഈ വർഷത്തിനകത്ത് തന്നെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്ന് പറയാം. ആ മുഖത്തിൽ നിന്ന് വീഴുന്ന ഓരോ തുള്ളി കണ്ണുനീരും അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഈ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന ഈ ആത്മഹത്യയെക്കുറിച്ച് കൃത്യമായി പക്ഷേ ഈ പറയുന്ന ആളുകളും വിചാരിക്കേണ്ടത് അവരുടെ മോർച്ചറിക്കകത്തുള്ളിലുള്ളവരും മനുഷ്യരാണ്. എന്തിനാണ് ഒരു മോർച്ചറിയിലെ ലൈബ്രറിയൻ? ഒരുപാട് ഇമോഷൻസ് നമുക്ക് ഈ ഒരു അവസരത്തിൽ നമുക്ക് വന്നു ചേരും. പക്ഷേ വീട്ടിലേക്ക് വരുമ്പോൾ നമുക്കൊരു കുടുംബമുണ്ട്, നമുക്ക് വീട്ടുകാരുണ്ട്, അല്ലെങ്കിൽ ഭാര്യയുണ്ട്, മക്കളുണ്ട്. അപ്പം ഈ ഇമോഷനുമായിട്ട് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ കുടുംബം നേരെ ചൊവ്വേ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നമ്മുടെ മാനസികാവസ്ഥ മറ്റൊരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസം ആ ഒരു ദിവസത്തിൽ 10-15 കേസുകളാണ് വരുന്നത്. അവിടെ ഉണ്ടാകുന്ന ആളുകളുടെ മാനസികാവസ്ഥ മൊത്തം നമ്മുടെ മൈൻഡിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് നമ്മൾ ചില സമയങ്ങളിൽ കുഞ്ഞുങ്ങളുമായിട്ട് കുറച്ച് സമയം കളിക്കുമ്പോൾ പോലും നമ്മുടെ മൈൻഡിൽ ആ അവിടെ വന്ന കുട്ടികളുടെ മുഖങ്ങൾ ഇങ്ങനെ മിന്നി മാഞ്ഞ് പോകും. അത് കുടുംബജീവിതത്തിൽ ഒരു റിലാക്സേഷൻ എന്ന നിലയിൽ കുറച്ച് സമയം വീട്ടിൽ ചെന്ന് വൈഫും കുഞ്ഞുമായിട്ട് ഇരിക്കും, നമ്മളെ കാര്യങ്ങൾ കിടന്നെല്ലാം ഇരിക്കും. എങ്കിൽ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ ചില ദിവസങ്ങളിൽ ആ ചില മുഖങ്ങൾ ഇങ്ങനെ മിന്നി മറഞ്ഞ് തന്നെ നിൽക്കും. അതും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ പോലെ വരും. എനിക്കൊന്ന് ആ ഇമോഷന് ആ തൊണ്ടയിടറിലും ആ കണ്ണിൽ നിന്ന് വരുന്ന നനവിലൂടെ നമുക്കത് മനസ്സിലാക്കിയെടുക്കാം. തീർച്ചയായിട്ടും നമ്മൾ അതായത് മനുഷ്യരെന്ന് പറയുന്ന വ്യക്തി, കാരണം ഏറ്റവും ഉദാഹരണം ഞങ്ങൾ അവിടെ തന്നെ മോർച്ചറിയിൽ വരുന്ന അനുഭവമാണ് പറയുന്നത്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരു വ്യക്തി വൈകുന്നേരം രാവിലെ വീട്ടിൽ നിന്ന് ജോലിക്ക് എന്ന് പറഞ്ഞിറങ്ങുന്ന വ്യക്തിയാണ്. ഒരു ആക്സിഡന്റ് പറ്റി മരണപ്പെട്ട് വൈകുന്നേരം 4 മണിക്ക് തിരിച്ച് മൃതശരീരമായി വീട്ടിൽ പോകുന്ന ഒരു അവസ്ഥ കണ്ട് നമ്മുടെ എല്ലാം മനസ്സ് എന്താ പറയണ്ട ഒരു മരവിച്ച അവസ്ഥയാണ്. ഒരു കല്ലായി മാറി. തീർച്ചയായിട്ടും. കാരണം നമ്മുടെ ജീവിതം അങ്ങനെയാണ്. ഈ പറയുന്ന ഞാനെന്ന വ്യക്തി പോലും ഇന്ന് രാത്രി കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ നാളെ രാവിലെ എണീക്കുമെന്ന് നമുക്ക് ആർക്കും ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ കയ്യിൽ പൈസയുണ്ടോ, നമ്മുടെ ജാതിയോ മതമോ ഒന്നുമല്ല അടിസ്ഥാനം. ജീവിതം എന്ന് പറയുന്നത് ഒരു നിമിഷം. കാരണം അത് മനസ്സിലാക്കാതെ ഒരുപാട് ആളുകൾ ഈ മോർച്ചറിയിൽ തന്നെ, കാരണം നമ്മളെ ഒരു നിസ്സാര കാര്യം, ഒരു ആരെയും കുറ്റപ്പെടുത്തി പറയുന്നതല്ല, വളരെ നിസ്സാര കാര്യം. നമ്മുടെ ഈ ചില കേസുകളിൽ ഈ അമ്മമാർ മരണപ്പെടുന്നു. അപ്പം അതായത് വാർദ്ധക്യ അവസ്ഥയിൽ മരണപ്പെടുന്ന അമ്മമാരെ ഈ സഹോദരൻ്റെ വീട്ടിൽ നിന്ന് അതുകൊണ്ടാണ് മരണപ്പെട്ടതെന്നും പറഞ്ഞ് ഒരു കാര്യമില്ലെങ്കിൽ അതിനെ ഒരു പോലീസ് നടപടിക്രമമാക്കി പോസ്റ്റ്മോർട്ടം ചെയ്ത് കൊണ്ടുപോകുന്ന എത്രയോ സന്ദർഭങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് അറിയാം. കാരണം അതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട്, കാരണം ഒരമ്മ അവരുടെ ജീവിതാവസാനം വരെ ഈ മക്കളെ നോക്കിയിട്ട് സ്വത്താണ് മെയിൻ കാര്യം. ആ സ്വത്തിന്റെ പേരിൽ അനിയനും ചേട്ടനും അടികൂടുക, അല്ലെങ്കിൽ സഹോദരിയും അടികൂടുക, അതിനുശേഷം അതിനെ ഒരു കേസാക്കിയിട്ട് ആ 80ാമത്തെ വയസ്സിലും ആ അമ്മയെ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി തള്ളിവിടുന്ന മക്കളും നമ്മുടെ സമൂഹത്തിൽ ഉണ്ട്. അതുതന്നെയായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമങ്ങൾ ഉണ്ടാക്കുന്നത്. പലപ്പോഴും ജീവന്റെ വില അറിയാത്ത ഒരുപാട് മനുഷ്യർ, അല്ലെങ്കിൽ സ്നേഹബന്ധങ്ങളുടെ വില അറിയാത്ത ഒരുപാട് മനുഷ്യർ അവസാന നിമിഷം എല്ലാം നേടിത്തന്ന, അല്ലെങ്കിൽ നമ്മളെ ഇത്രത്തോളം വളർത്തിയെടുത്ത അമ്മമാരും അച്ഛന്മാരും അവരുടെ കാര്യങ്ങൾ പലപ്പോഴും നോക്കാൻ ഇവർക്ക് കഴിയാതെ പോകുന്നുണ്ട്. തീർച്ചയായിട്ടും. കാരണം അതിൽ ഒരുപാട് നമ്മൾ ആ ജീവിതാനുഭവം എന്ന് പറഞ്ഞാൽ ഒരുപാട്. ഇന്ന് നമ്മൾ വിരലിലെണ്ണാവുന്ന കാര്യങ്ങൾ. ഇപ്പം ഈ മക്കളെ നഷ്ടപ്പെടുന്ന അമ്മമാർ ചില വിമർശനമുണ്ടായിരിക്കാം. ഞങ്ങൾ നമ്മുടെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. എപ്പോഴും നമ്മുടെ വളർത്തി വലുതാക്കിയ അച്ഛനും അമ്മ ഓൾഡ് ഏജ് ഹോമിലും മറ്റും താമസിച്ച് മരണപ്പെട്ടിട്ട് അമ്മയുടെ മുഖത്ത് പോലും നോക്കാതെ ആ മൃതശരീരത്തിൽ നിന്ന് തൊടാതെയും പോകുന്ന മക്കളെ കണ്ടിട്ടുണ്ട്.
പക്ഷേ മക്കളെ നഷ്ടപ്പെട്ട അച്ഛനമ്മമാർ ഈ മക്കളെ എന്ത് വില കൊടുത്തും ആ മൃതശരീരങ്ങൾ ഏറ്റുവാങ്ങി സംസ്കരിക്കുന്നതും കണ്ടിട്ടുണ്ട്. പിഞ്ചു മക്കളെ മരണത്തിന് വിട്ടുകൊടുത്തിട്ട് പോയ അമ്മമാരെയും കണ്ടിട്ടുണ്ട്. നമ്മൾ അവിടുത്തെ ജീവിതം എന്ന് പറയുന്നത് എല്ലാതരം ആളുകളെയും മനസ്സിലാക്കി തന്നതും നമ്മുടെ മനസ്സിനെ നമ്മുടെ മനസ്സിന് ഭയങ്കര വിങ്ങലായിരിക്കും. കാരണം അല്ല, എനിക്ക് മനസ്സിലാവും. കാരണം ഞാൻ അച്ഛന് സുഖമില്ലാതായ സമയത്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരുന്നു അഡ്മിറ്റ് ചെയ്തത്. ഒരാഴ്ചക്കാലം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഓരോ ദിവസവും ഞാൻ അവിടെ വരാന്തയിലാണ് കിടക്കുന്നത്. ഓരോ ദിവസവും ചിലപ്പോൾ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ കൂടുമ്പോൾ ഓരോ ഡെഡ് ബോഡിയും എൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ തള്ളി നീക്കി കൊണ്ടുപോകും. അപ്പോൾ കൊണ്ടുപോകുമ്പോൾ കൂടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവരുടെ ഭാര്യമാർ കാണും, അല്ലെങ്കിൽ മക്കൾ കാണും. അത് കാണുമ്പോൾ ഞാൻ ആ ഒരാഴ്ച നിന്നത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നീട് എനിക്ക് എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെട്ടാൽ മതി എന്നൊരു അവസ്ഥയായി. പിന്നീട് ഞാൻ വീട്ടിൽ പോയതിന് ശേഷവും ഞാനൊരു നമ്പായിട്ടുള്ള അവസ്ഥയാണ്. ഒരു വികാരങ്ങളും ഇല്ലാത്ത രീതിയിൽ പലപ്പോഴും നമ്മുടെ കാതിൽ അവരുടെ ഈ കരച്ചിലുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അത് എല്ലാ കരച്ചിലും ചിലപ്പം ഒരുപാട് വയസ്സായി മരിച്ചു പോകുന്ന ആളുകളോട് നമുക്ക് അത്രത്തോളം വിഷമം തോന്നില്ല. ചിലപ്പം ആശുപത്രിയിലേക്ക് നല്ല ഉശിരോടെ കടന്നു വന്ന് ഡോക്ടറെ കണ്ടിട്ട് ഇതൊന്നും ഒരു കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് വരുന്ന ആള് കുറച്ച് കഴിഞ്ഞ് ഒരു ഡെഡ് ബോഡിയുമായിട്ട് പോകുമ്പം നമ്മൾ കണ്ടതായിരിക്കും നമ്മുടെ മുന്നിൽ അയാൾ അകത്തേക്ക് നടന്നു പോകുന്നത്. അങ്ങനെയുള്ള വിഷമങ്ങൾ അവിടെ ഉണ്ടാകുന്ന കരച്ചിലുമുണ്ട്. അതെ, അത് അങ്ങനെ എന്താ പറയണ്ടേ, ഞാൻ അതാണ് കുറച്ചു മുമ്പ് പറഞ്ഞത്. കാരണം ഇപ്പം തന്നെ ഈ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടുന്ന അമ്മമാർ എന്ത് കാരണത്തിലാണെന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ പറയണ്ടേ, മാധ്യമങ്ങളും ഈ മുഖ്യധാര മാധ്യമങ്ങൾ ഉൾപ്പെടെ നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകർ ഉൾപ്പെടെ ആരും ഇതുവരെയായിട്ടും പ്രതികരിക്കാത്ത ഒരു വിഷയം. കാരണം ഒരു സമയത്ത് ആ ഒരു വാർത്ത മാത്രമായി മുഖ്യധാര മാധ്യമങ്ങളടക്കം പുകഴ്ത്തിവെക്കുന്നതെന്ന് തന്നെ പറയാം. അങ്ങനത്തെ ഒരു വിഷയമാണ് കുഞ്ഞുങ്ങളുടെ ആത്മഹത്യ. കാരണം ഞാനല്ലേ 8 വയസ്സായ കുട്ടി മുതൽ 18 വയസ്സിന് താഴെയുള്ള എന്തുമാത്രം കുട്ടികൾ ഈ വർഷത്തിനകത്ത് തന്നെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ? എന്തുകൊണ്ടായിരിക്കും ഈ ആത്മഹത്യ? അതെ, പക്ഷെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഈ നാട്ടിലെ ഒരു മാധ്യമങ്ങളും തയ്യാറാവുന്നില്ല, രാഷ്ട്രീയക്കാർ തയ്യാറാവുന്നില്ല. എന്തുകൊണ്ട് കുട്ടികളിൽ ആത്മഹത്യ പ്രവണത വരുന്നു, അതിനെക്കുറിച്ചൊരു പഠനം നടത്തുവാനോ ഒരു ബോധവൽക്കരണം നടത്താനോ ഒരു മുഖ്യധാര മാധ്യമങ്ങൾ ഉൾപ്പെടെ തയ്യാറാകുന്നില്ല എന്നുള്ളത് വളരെയധികം സങ്കടമാണ്. കാരണം ഞാൻ എത്രയോ കുട്ടികൾ, കാരണം ഈ 8 വയസ്സ് മുതലുള്ള കുട്ടികൾ, ഒരു അച്ഛനും അമ്മയും 8 വയസ്സ് വരെ ഒരു കുഞ്ഞിനെ വളർത്തുന്നതിൻ്റെ പാട് നമ്മൾക്കറിയാം. കാരണം ഞാനും ഒരു അച്ഛനാണ്. ആ മകളെയോ മകനെയോ നഷ്ടപ്പെടുന്ന അച്ഛനെയും അച്ഛൻ്റെ അവസ്ഥയോ അമ്മയുടെ അവസ്ഥയോ പുറമേ നിന്ന് ഒരു വ്യക്തി നോക്കിക്കാണുന്നതിൽ ഉപരി നമുക്കത് കാണാൻ പറ്റും. കാരണം അവരുടെ മനസ്സിൻ്റെ ഒരു എന്താ പറയണ്ടേ വിഷമം, അവരുടെ ആ മുഖത്തിൽ നിന്ന് വീഴുന്ന ഓരോ തുള്ളി കണ്ണുനീരും അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത് നമുക്ക് അത്രമാത്രം നമ്മുടെ ഉള്ളിൽ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ ഇത്രയും കാലം ആയിട്ടും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാത്തത്, ഇനി വരും ദിവസങ്ങളിൽ വരും കാലത്തിലും ഈ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന ഈ ആത്മഹത്യയെക്കുറിച്ച് കൃത്യമായി ഒരു എന്താ പറയുക ഒരു പഠനം നടത്തണം. അതിൽ കുട്ടികളെ എത്രത്തോളം അവരെ ഇതിനെ എല്ലാവരും നിസ്സാരവൽക്കരിച്ച് കാണുകയാണ് യഥാർത്ഥത്തിൽ. കാരണം അവരവരെ കുടുംബത്തിന് വരുമ്പോഴേ ആ വിഷമം ഉണ്ടാകും സ്വാഭാവികമായിട്ട്. കാരണം അവിടെ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. എല്ലാവരും ഈ ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല, കാരണം നമ്മുടെ ആ ഒരു കുഞ്ഞ് മരിക്കുമ്പോൾ ആ സമയത്ത് എല്ലാവരും അത് ഭയങ്കര വാർത്തയാക്കുന്നു. അതിൻ്റെ പിറകിൽ എന്താണ് എന്ന് വസ്തുത മനസ്സിലാക്കാൻ ഒരാളും മെനക്കെടുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. എന്ത് തന്നെയാണെങ്കിലും ഇത്തരത്തിൽ ഡെഡ് ബോഡിയുമായി വരുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ബോഡി വിട്ടുകിട്ടാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി ഗാർഡുകളോടും അല്ലെങ്കിൽ ഡോക്ടർമാരോടും പോലീസുകാരോടും വഴക്കുണ്ടാക്കുന്ന അല്ലെങ്കിൽ അവരെ കൊങ്ങയ്ക്ക് പിടിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ആ മനുഷ്യരോട് എങ്ങനെയാണ് എനിക്ക് പ്രതികരിക്കാനുള്ളത്? യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഹോസ്പിറ്റൽ ജീവനക്കാരെ സെക്യൂരിറ്റിമാരെ, പൊതുവിൽ എല്ലാവരും സെക്യൂരിറ്റിമാരെ എന്താ പറയണ്ടേ ക്രിമിനൽസാണ്,
അല്ലെങ്കിൽ മനുഷ്യത്വമില്ലാത്തവരാണ് എന്ന് പറയുമ്പോൾ ഒരു നിമിഷം തിരിച്ചു വന്നിരുന്നത് ഈ പറയുന്ന വ്യക്തികൾ ഒരു നിമിഷമെങ്കിലും ഈ സെക്യൂരിറ്റിയുടെ ഭാഗത്ത് നിന്ന് തിരികെ നിന്ന് ചിന്തിക്കണം. ആ സമയത്ത് മാത്രമേ നമ്മുടെ ആ ജോലിഭാരം നമുക്കറിയാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മളെ വിമർശിക്കുന്ന, കാരണം എന്നെ ഉൾപ്പെടെ മോർച്ചറിയിൽ വിമർശിക്കുന്ന ആളുകളുണ്ടാവും. കാരണം നമ്മുടെ മോർച്ചറിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പെർ ഡേ 18 കേസ് വരെ ഒരു ദിവസം പോസ്റ്റ്മോർട്ടം നടക്കുന്ന സ്ഥലമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. അവിടെ നമുക്ക് ഈ ക്രൗഡിനെ നിയന്ത്രിക്കുന്നത് വലിയൊരു കാര്യമാണ്, സ്വാഭാവികമായും. കാരണം നമ്മൾ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ ആദരവ് കൊടുക്കേണ്ടത് മരണപ്പെട്ടതിന് ശേഷമാണ്. അപ്പം നമുക്ക് ഓരോ മൃതദേഹത്തിനോടും ആദരവ് പുലർത്തിക്കൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ. അപ്പം ഞങ്ങൾ ഈ ബോഡികൾ ചിലപ്പോൾ നിരത്തി ഇട്ടേക്കായിരിക്കാം. അപ്പം ഒരു ക്രൗഡ് മുന്നിൽ നിൽക്കുമ്പോൾ ഒരു മൃത ശരീരം മാറി വല്ലതും പോവുകയാണെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അവിടുത്തെ ജീവനക്കാരനായ എനിക്ക് മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഏരിയയിൽ പൊതുജനങ്ങളെ ഉൾപ്പെടെ പൊതുപ്രവർത്തകരുൾപ്പെടെ ആരെയും അകത്തോട്ട് കയറ്റാറില്ല. കാരണം ബോഡിയുടെ ബന്ധോസ് ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് പോലീസാണ്. ആ പോലീസിന് മാത്രമായിട്ടാണ് ഈ മോർച്ചറി ജീവനക്കാർക്ക് കമ്മ്യൂണിക്കേഷൻ ഉള്ളത്. പിന്നെ ഇത്രത്തോളം ബോഡി വരുമ്പോൾ സ്വാഭാവികമായ ഒരു മനുഷ്യന് ചിന്തിക്കാവുന്നേ ഉള്ളൂ, ഒരു ബോഡി മൃതശരീരം മാറിപ്പോകാൻ വലിയ താമസമില്ല. പക്ഷേ അതങ്ങനെ ഉണ്ടാകാതിരിക്കേണ്ട ചുമതല ജീവനക്കാരനെന്ന നിലയിലുണ്ടാവും. അതിന്റെ ഭാഗമായി പുറത്തോട്ട് ഇറങ്ങി നിൽക്കാൻ പറയുമ്പോഴോ എന്തെങ്കിലും പറയുമ്പോൾ പുറത്തിറങ്ങി നിൽക്കുമ്പോൾ അവരുടെ വൈകാരികത അവര് നമ്മളോടത്ത് കാണിക്കുന്നത് മറ്റൊരു രീതിയിലായിരിക്കും. പക്ഷെ ഈ പറയുന്ന ആളുകളും വിചാരിക്കേണ്ടത് അവരുടെ മോർച്ചറിക്കകത്തുള്ളിലുള്ളവരും മനുഷ്യരാണ്, ഹൃദയ വിശാലത ഉള്ളവരാണ് പല ആൾക്കാരും. കാരണം നമ്മളിപ്പം ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ നമുക്ക് സെക്യൂരിറ്റി ഉണ്ട്, പുള്ളി എക്സ് മിലിറ്ററിയാണ്, ശ്രീകണ്ഠൻ സാറ് കൂടെ ഉണ്ട്. പിന്നെ മോർച്ചറിക്ക് അകത്ത് അറ്റൻഡർമാരുണ്ട്, മോർച്ചറി ടെക്നീഷ്യന്മാരുണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പം ഒരു കൂട്ടായ്മയാണ് യഥാർത്ഥത്തിൽ മോർച്ചറിയുടെ പ്രവർത്തനങ്ങളെ നയിക്കുന്നത്. അതുപോലെയാണ് പോലീസ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും മോർച്ചറിയുടെ പ്രവർത്തനങ്ങളിൽ നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു സേനയാണ് കേരള പോലീസ്. അതും നമുക്ക് പറയാതിരിക്കാൻ പറ്റും. നമ്മൾ പഴയകാല മോർച്ചറികൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇരുണ്ട റൂമിൽ ചെറിയൊരു പ്രകാശത്തിൻ്റെ കീഴിൽ ഒരു ടേബിളിൻ്റെ മുകളിൽ എടുത്തിരിക്കുന്ന ഡെഡ് ബോഡികൾ മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ എങ്ങനെയാണ് മോർച്ചറികൾ വന്നിട്ടുള്ള മാറ്റങ്ങൾ? പൊതുസമൂഹത്തിന് ഇപ്പോഴും ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് മോർച്ചറി എന്ന് പറയുന്നത് ഇരുണ്ട റൂം. ആ കാഴ്ചപ്പാട് തന്നെയാണ് കുറച്ച് കാലങ്ങൾക്ക് മുൻപ് വരെ മോർച്ചറിയെ കുറിച്ച് എല്ലാവരുടെയും ഇതാണ്. ഒരു ടേബിൾ ഇട്ടിട്ടുണ്ട്, ഒരു ഇരുണ്ട മുറി എന്ന ഒരു ചിന്താഗതിയാണ് പൊതുജനങ്ങൾക്കുള്ളത്. എനിക്കൊന്ന് അതുകൊണ്ടാണ് പൊതുവെ പണ്ട് തൊട്ടേ മോർച്ചറിയിൽ പ്രേതം അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റി കൂടുതൽ ചർച്ചയൊക്കെ ചെയ്തു. അതെ, തീർച്ചയായിട്ടും. കാരണം എല്ലാവരുടെയും ഒരു പേടിപ്പിക്കുന്ന സ്ഥലമായിരുന്നു മോർച്ചറി എന്ന് പറയുന്നത്. അപ്പം ഞാൻ അവിടെ ഇപ്പം ജോലി ചെയ്ത് നമുക്ക് എന്തുകൊണ്ട് അവിടെ കുറച്ച് മാറ്റങ്ങൾ, അപ്പം മോർച്ചറി എന്ന് പറയുന്ന സാധനം ഒരു ചെറു വെളിച്ചം കൊണ്ടുവന്നാൽ എന്തെന്നുള്ളൊരു ആലോചനയിൽ നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മുൻ സൂപ്രണ്ട് ഡോക്ടർ നിസാറുദ്ദീൻ സാറിന്റെ നിർദ്ദേശം, സാറിനോട് ഒരു പെർമിഷൻ വാങ്ങി മോർച്ചറിയെ കുറച്ച് മോർച്ചറിയുടെ മൊത്തത്തിലുള്ള രൂപമാറ്റം. അത് പറയാൻ കാരണം മോർച്ചറിയുടെ റിസപ്ഷൻ ഏരിയയിൽ നമ്മൾ ഫിഷ് ടാങ്കുകൾ വെച്ച് മീനുകളെ വളർത്തുക, ചെറിയ ചെടികൾ മോർച്ചറിയുടെ റിസപ്ഷൻ ഏരിയയിൽ ചെടികൾ വയ്ക്കുക, ചുമർചിത്രങ്ങൾ, അതിലുപരി ഒരു ലൈബ്രറി അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും ആളുകൾ ചോദിക്കും എന്തിനാണ് ഒരു മോർച്ചറിയിലെ ലൈബ്രറി? അല്ല, അതിൻ്റെ ഉത്തരവും കാരണം അവിടെ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇപ്പം നമ്മൾ പലരുടെ കാര്യം ഇപ്പം എൻ്റെ മാനസികാവസ്ഥ പോലെയാണ് അതിൻ്റെ നമ്മുടെ ഡെയിലി പോലീസിൻ്റെ മാനസികാവസ്ഥയും അങ്ങനെ തന്നെയാണ്. കാരണം ഇപ്പോൾ ഒരു ചിതറിക്കിടക്കുന്ന മനുഷ്യാവശിഷ്ടങ്ങൾ തൂത്തുപറക്കി എടുത്തുകൊണ്ടാണ് പോലീസുകാരെ ഇൻക്വസ്റ്റിന് വേണ്ടി വരുന്നത്. അപ്പം അവരുടെ മാനസികാവസ്ഥയും നമ്മൾ പരിശോധിക്കണം. അപ്പം നമ്മുടെ ആ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ പൊതുജനങ്ങൾ ഉൾപ്പെടെ അവര് ഇപ്പോൾ മോർച്ചറി എന്ന് പറയുമ്പോൾ വളരെ വൈകാരിക നിമിഷങ്ങളിലൂടെ കടന്നു വരുന്നു. അവരുടെ ആ വിഷമത്തിൽ കൂടി മോർച്ചറിലോട്ട് വന്ന് കയറുമ്പോൾ
ഒരു നിമിഷ നേരത്തേക്കെങ്കിലും അവർ നമ്മുടെ അവിടെ വെച്ചിരിക്കുന്ന പുസ്തകങ്ങളിലോ ആ ചെടികളിലോ അല്ലെങ്കിൽ നമ്മുടെ അവിടെ വളർത്തുന്ന അലങ്കാര മത്സ്യങ്ങളിലോ ഒരു നിമിഷ നേരം അവരുടെ ശ്രദ്ധ തിരിക്കാൻ പറ്റിയിട്ടുണ്ട്. അതാണ് നമ്മൾ ആ മോർച്ചറിയിലൊരു മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ആ ബുക്സുകൾ കൂടുതലും പോലീസുകാർ കൊണ്ടുപോകാറുണ്ട്. അവരെല്ലാം സ്ഥിരം അവിടെ വരുന്ന ആളുകളാണ്. അവർ വായിച്ചിട്ട് തിരിച്ചു കൊണ്ടുവരുന്നതാണ്. എന്താണെങ്കിലും മോർച്ചറിയിലെ ജീവനക്കാരും മനുഷ്യരാണ്. അവരെയും ആ ഒരു മനുഷ്യത്വ പരിഗണന കൊടുക്കുക. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള വികാരങ്ങളുണ്ടാവും. പ്രിയപ്പെട്ടവർ മരണപ്പെടുമ്പോൾ കൂടെയുള്ള ആളുകളെയും കൂടെ പരിഗണിക്കുക. എന്നാണെങ്കിലും ഒരുപാട് നന്ദി.